ലുലുവിൽ പോകാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് അവളുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നത്. ഞാൻ പിന്നെ അവിടെയൊക്കെ പോയി മടുത്ത്. എങ്കിലും ഞാൻ പോകും. പുതിയ ക്രോക്സ് ഒക്കെ ഇട്ടാണ് പോകുന്നത്. പതിവില്ലാതെ മുടിയൊക്കെ നല്ല അടിപൊളിയായി ടൈ ചെയ്യാൻ പറ്റി. പക്ഷെ ഓട്ടോയിൽ കയറിയതോടെ എല്ലാം തൊലഞ്ഞു. എന്റെ മുടി മൊത്തത്തിൽ കുളമായി. വല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞങ്ങൾ ലുലു എത്തി. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തിരക്ക്. ആദ്യം തന്നെ ഞങ്ങൾ ബുക്സ് ഉള്ളെടുത്ത് പോയി. ഫ്രെയിമിൽ നിന്ന് മാറി വെച്ചേ. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നൊക്കെയാണല്ലോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനൊന്നും വളയില്ല. ഞങ്ങളുടെ കണ്ണ് കൊച്ചു പിള്ളേർക്കുള്ള ബുക്സിലേക്കായിരുന്നു. ഓ പിന്നെ ഞങ്ങളും കൊച്ചു പിള്ളേരെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ടോയ് സെക്ഷനിലോട്ട് പോയി. ഇവൾക്കാണെങ്കിൽ ആ പട്ടിക്കുട്ടിയെ അവിടെ നിന്ന് വിട്ടിട്ട് വരാനേ തോന്നുന്നില്ലായിരുന്നു. കണ്ടില്ലേ കൊഞ്ചിച്ചോണ്ടിരിക്കുന്നത്. ഡി അത് ഒറിജിനൽ അല്ലേടി, പാവക്കുട്ടിയാടി. പിന്നെ ഞാൻ നോക്കുമ്പോൾ വലിയ പാമ്പൊക്കെ ഇരിക്കുന്നു. ഇതിനെ കണ്ടപ്പോൾ എനിക്ക് എന്റെ ചില ഫ്രണ്ട്സിനെയാണ് ഓർമ്മ വന്നത്. അവർ ഇതിനേക്കാൾ വലിയ പാമ്പുകളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി KFC ഓർഡർ ചെയ്ത് കഴിച്ചു. കൂട്ടത്തിൽ പെപ്സിയാണോ കൊക്കക്കോളയാണോ വാട്ടവർ എന്തോ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫൺജൂറയിലേക്ക് പോയി. ആദ്യം വിആറിൽ കയറി. ഇത് ഞാൻ കുറെ നാൾ കൊണ്ട് നോട്ട് ഇട്ട് വെച്ചേക്കുന്ന സാധനമായിരുന്നു. ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. ഇതിലാര് കയറിയാൽ ഒടുക്കത്തെ കൂലായിരിക്കും. പക്ഷെ ഞങ്ങൾ കൂവിയില്ല. ഞങ്ങളല്ലെങ്കിലും പണ്ടേ ധൈര്യശാലികളല്ലേ. പിന്നെ ഞങ്ങൾ ഗ്രാവിറ്റിയിൽ കയറി. മനസ്സിലായില്ലേ, മറ്റേ പല്ലി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കണക്ക് ഒട്ടിയിരിക്കും. പിന്നെ ഈ കറങ്ങുന്ന സാധനത്തിലും കൂടെ കയറി ഞങ്ങൾ അവിടെ അങ്ങ് നിർത്തി. അങ്ങനെ ഞങ്ങൾ ചെന്ന് ജങ്കൂക്കിനോട് ടാറ്റ ബിർള പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ചോക്കിയും വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. ചോക്കി ഈസ് ആൻ ഇമോഷൻ.